കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം കടന്നു വന്നു. യേശു കൊണ്ടുവന്ന കൃപ അർഹതയില്ലാത്തവർക്ക് എല്ലാം അർഹതയുണ്ടാക്കി തന്നു. അതാണ് കൃപ. അർഹതയില്ല എന്നിട്ടും ഞാൻ സ്വർഗത്തിൻ്റെ വകയായി. അർഹതയില്ല എന്നിട്ടും എനിക്ക് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പറ്റി. അർഹതയില്ല എന്നിട്ടും എനിക്ക് ചുറ്റും ദൂതന്മാർ കാവലുണ്ട്. അർഹതയില്ല എന്നിട്ടും ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അർഹതയില്ല എന്നിട്ടും ഞാൻ പുതിയ സൃഷ്ടിയാണ്. അർഹതയില്ല എന്നിട്ടും ഞാൻ യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടും. അതിൻ്റെ പേരാണ് കൃപ. ഒരു യോഗ്യതയില്ല. യോഗ്യത കൊണ്ട് കിട്ടുന്നതല്ല കൃപ. യോഗ്യതയില്ലാത്തവർക്ക് തരുന്നതാണ് കൃപ. ഭൂമിയിൽ ആർക്കും ദൈവത്തോട് ഒന്നും ചോദിച്ച് മേടിക്കാൻ യോഗ്യതയില്ല. പ്രാർത്ഥിക്കാൻ കിട്ടിയത് പോലും കൃപയാണ്. ചിലർ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. അതവരുടെ കഴിവല്ല. കുറച്ച് കഴിയുമ്പോൾ അറിയാതെ തോന്നും, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഈ നിലയിലെത്തി. ചുമ്മാതാ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. പ്രവർത്തികളൊന്നും കാരണമല്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായത് കൃപയാണ്. വിശ്വാസം ഉണ്ടായപ്പോഴല്ലേ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായത്. പ്രാർത്ഥിച്ചപ്പോഴല്ലേ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം കിട്ടിയത്. ഇതെല്ലാം ദൈവകൃപയാണ്. കർത്താവിൻ്റെ സന്നിധിയിലോട്ട് വന്നതും രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒറ്റ വാക്കി പറഞ്ഞ ദൈവം നിന്നോട് കാണിച്ച കൃപയാണ്. എത്രയോ പേര് വചനം കേട്ടു. നമുക്ക് മാത്രം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വിശ്വാസമാക്കി തന്നത് ആരാ? നാം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. ഈ കൃപ അനുഭവിച്ചുകൊണ്ട് ആരെയും കുറ്റം പറയരുത്. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഞങ്ങളൊക്കെ നല്ല മിടുക്കരാണ്. നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ഈ കൃപയിൽ ആനന്ദിക്കാൻ ദൈവം നമുക്ക് കൂടുതൽ 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 ശക്തിയും അവസരങ്ങളും ഇനിയും തരട്ടെ. ഈ സത്യത്തിൽ നമുക്ക് നിൽക്കാം. സത്യത്തിലും ആത്മാവിലും നമുക്ക് യേശുവിനെ ആരാധിക്കാം. എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടിന, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടിന, അത്ര നേരം കാത്തു നിന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടിന, അത്ര നേരം
രക്ഷയ്ക്കായി ആശ്രയിച്ചതല്ലയോ ആരോധനം. എത്ര ദൂരം നിന്നെ വിട്ടോടിനാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17 കഴിഞ്ഞ ദിവസം വായിച്ചു. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണമോ മോശ മുഖാന്തരം ലഭിച്ചു. മോശ മുഖാന്തരം ലഭിച്ചതാണ് ന്യായപ്രമാണം. എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം ഈ ഭൂമിയിലേക്ക് വന്നു. ന്യായപ്രമാണം എല്ലാവർക്കും ലഭിച്ചു. അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതിൻ്റെ കീഴെയാണ്. കൃപയുടെ സത്യത്തിൻ്റെ കാര്യം അങ്ങനെയല്ല, വിശ്വസിക്കുന്നവർക്കാണത്. വിശ്വസിക്കുന്നവർക്കാണ് സത്യം സ്വതന്ത്രമാക്കുള്ളത്. ന്യായപ്രമാണം അങ്ങനെയല്ല, എല്ലാവരും ന്യായപ്രമാണത്തിൻ്റെ കീഴെയാണ്. അത് ലഭിച്ചതാണ്, ഒരു പൊതുവാണ്. ഇനി വിശ്വസിച്ചില്ലെങ്കിലും അതൊരു നിയമമാണ്. ഇതങ്ങനെയല്ല, ഇതൊരു കൃപയാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രവർത്തിക്കുള്ളൂ. സത്യവും ഇങ്ങനെ തന്നെ, നമ്മൾ അറിയുന്ന സത്യം നമ്മെ സ്വതന്ത്രമാക്കും. അത് യേശു ക്രിസ്തു മുഖാന്തരം വന്നതാണ്. അപ്പം ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? കൃപയിൽ വിശ്വസിക്കണം, ആശ്രയിക്കണം, കൂടുതൽ വിശ്വസിക്കണം. അവിടെയാണ് വിശ്വാസത്തിനൊത്തവണ്ണം ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. വചനം, സത്യം പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ദൈവവചനം വായിച്ചത് കൊണ്ടൊന്നും നമ്മൾ അനുഗ്രഹിക്കപ്പെടില്ല. ബൈബിൾ എടുത്തതുകൊണ്ടും വായിച്ചതുകൊണ്ടും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഇത് വായിച്ച് ഇതിനകത്തെ സത്യങ്ങൾ ഗ്രഹിക്കണം, സമയമെടുക്കണം. ഇത് രാപ്പകൽ ഇത് വായിച്ച് ഗ്രഹിക്കണം. ഒരു വലിയ മനുഷ്യനായിരുന്നു എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ആ ഷണ്ണൻ. യെരുശലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് 53-ാം അധ്യായം. അറുക്കാനുള്ള ആടിനെ പോലെ എന്നെ എണ്ണുന്നു. ഒന്നും മനസ്സിലായില്ല. അവൻ ആഗ്രഹിച്ചതെന്ന് പൊരുള് തിരിച്ചു കൊടുക്കണം. ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മ പറഞ്ഞു, അവൻ്റെ വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസ് ആ വണ്ടിയിൽ കയറി ഷണ്ണന് ഈ സത്യങ്ങളെ തിരിച്ചു കൊടുത്തു. ബൈബിളിലെ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം വേണം. വിദ്യാഭ്യാസമുള്ള ഷണ്ണന് പോലും ഇത് മനസ്സിലാകുന്നില്ല. ഗമാലിയൽ എന്ന വലിയ മഹാപണ്ഡിതൻ്റെ കീഴെ ഇരുന്ന് പഠിച്ച ശൗലിന് പോലും വചനം ഗ്രഹിക്കാൻ പറ്റിയില്ല. എന്നാൽ ദമസ്കോസിലെ ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ ശൗൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശൗലിന് പിന്നീട് ഇതെല്ലാം മനസ്സിലാകുകയാണ്. പിന്നീട് അവൻ ദൂഷകനല്ല, പാപിയല്ല, നിഷ്ഠൂരനല്ല, ഉപദ്രവിയല്ല. അവൻ ശക്തനായ ഒരു പ്രവാചകനായി, ഉപദേഷ്ടാവായി എഴുന്നേറ്റു. സത്യങ്ങളെ തിരിച്ചു കൊടുക്കുന്നവനായി മാറി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായമില്ലാതെ
ആർക്കും സത്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുന്നതല്ലാണ്, വേദപുസ്തകത്തിലെ ഓരോ അക്ഷരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം തുറന്നു വരും. ബൈബിളിൽ ഏത് ഭാഗം വായിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകും, അല്ലെങ്കിൽ തെറ്റായി അതിനെ വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ചില ലേഖനങ്ങൾ വായിച്ച് ഒരു കൂട്ടം ജനം, ക്രിസ്തീയ ഗ്രൂപ്പ് കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചു. പൗലോസ് എന്താ പറഞ്ഞ, കല്യാണം കഴിക്കാതിരിക്കുന്ന എൻ്റെ അഭിപ്രായമെന്ന്. പൗലോസ് പറഞ്ഞ അഭിപ്രായമായിട്ടും പൗലോസ് പറഞ്ഞ സത്യങ്ങൾ സത്യങ്ങളായിട്ടും ഗ്രഹിക്കാൻ കഴിയാതെ പോയതാണ്. അപ്പോൾ തന്നെ അതേ പൗലോസ് തന്നെ പറയാണ്, അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന്. ഇതെന്ത് ഇവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത? എന്നാൽ അപ്പോൾ തന്നെ പൗലോസ് പറഞ്ഞു, എനിക്കൊരു കൃപ ലഭിച്ചതാണ്. യേശു അതിനെക്കുറിച്ച് പറയുന്നു, ദൈവരാജ്യം നിമിത്തം ഷണ്ണന്മാരാക്കപ്പെട്ട ഷണ്ണന്മാരുണ്ട്. അങ്ങനെ വരൻ ലഭിച്ചവർക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കാം. എന്നാൽ അതൊരു മതമാക്കി മാറ്റരുത്. വരൻ ലഭിച്ചവരുണ്ടാവും, അതെല്ലാ സഭകളിലും ഉണ്ടാവും. വരൻ ലഭിച്ചവർക്ക് അവിവാഹിതരായി ദൈവവേല ചെയ്യാം. എന്നാൽ ഇതൊരു നിയമമല്ല, ഇതൊരു അടിച്ചേൽപ്പിക്കലല്ല, അത് ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുത്ത കൃപയാണ്. അത് എല്ലാവർക്കും ഇല്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ലോകത്തിൻ്റെ ജഡീക തത്വത്തിലൊന്നും അവർ പെടില്ല. അവരുടെ മൈൻഡ് സെറ്റ് തന്നെ വേറെയാണ്. അവർ 24 മണിക്കൂർ കർത്താവുമായി കണക്റ്റഡാണ്. അവരെക്കുറിച്ച് പേടിക്കേണ്ട, അവരൊരു കുഴിയിലും പോയി ചാടില്ല. അവർക്ക് അതിനുള്ള വരം ലഭിച്ചവരാണ്. അപ്പോൾ സത്യങ്ങൾ ഗ്രഹിക്കുന്നതും പരിശുദ്ധാത്മാവില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ടാണ്. കുറെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഈ ജീസസ് എവരിഡേ എന്ന ഈ പ്രോഗ്രാമിലൂടെ മറുപടി കിട്ടും. ഓരോ സത്യങ്ങൾ നമ്മൾ അറിയണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഉപവാസം കൊണ്ടല്ല നമുക്ക് വിടുതൽ, യേശുവിൻ്റെ ക്രൂശ് മരണമാണ് നമുക്ക് വിടുതൽ കൊണ്ടുവന്നത്. സൗഖ്യം നടക്കുന്നത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലല്ല, ഞങ്ങൾ ഉപവാസമായിട്ടിരുന്നു ഞങ്ങൾ സൗഖ്യമായി അല്ല. യേശുവിൻ്റെ അടിപ്പിണരാലാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ശാപങ്ങൾ മാറുന്നത് ഉപവാസ പ്രാർത്ഥനയിലല്ല, യേശു ക്രൂശിൽ നമ്മുടെ ശാപങ്ങളെ വഹിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. ഉപവസിക്കുന്ന എത്രയോ കുടുംബങ്ങൾ വിടുതലില്ല, കാരണം അവർ സത്യങ്ങളെ ഗ്രഹിക്കുന്നില്ല. എന്താണ് ഉപവാസ പ്രാർത്ഥന? വീട്ടിൽ വെച്ചിട്ട് വീട്ടുകാരടുക്കളയിലാണ്. മാർത്തയുടെ കഥ പോലെയാണ്. എന്നിട്ട് കുറേ പേരെ പ്രാർത്ഥിക്കുന്നവരെ വട്ടത്തിലിരുത്തിയേക്കാണ്. എന്നിട്ട് വന്ന ദൈവദാസൻ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇവരടുക്കളയിലാണ്. വീട്ടിലെ അച്ചായൻ അത് പോരാഞ്ഞിട്ട് വേറെ എന്തോ മേടിക്കാൻ പോയേക്കാണ്. കാരണം ആ വീട്ടിനകത്ത് എന്തൊക്കെയോ പൈശാചികത്വമുണ്ട്. അതിനെ ഓടിക്കാൻ വീട്ടിനകത്തൊരു പ്രാർത്ഥന വെച്ചിരിക്കുകയാണ്. ചുമ്മാതാ, ഒന്നും നടക്കില്ല. നമ്മൾ ഗ്രഹിക്കുന്ന സത്യങ്ങളാണ് നമ്മെ സ്വതന്ത്രമാക്കുന്നത്. അതുകൊണ്ട് മാർത്തയോടും മറിയോടും വ്യത്യസ്തമായിട്ട് യേശു സംസാരിച്ചു. മാർത്തയെ, മാർത്തേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയിരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്ത്? സത്യങ്ങളെ ഗ്രഹിക്കുക എന്ന ഒരു കാര്യം. യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് സത്യങ്ങളെ ഗ്രഹിക്കുമ്പോഴാണ് വിടുതലുകൾ നടക്കുന്നത്. മാർത്തയ്ക്ക് യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ കഴിയുന്നില്ല. യേശു വരുമെന്ന് അറിയുമ്പോൾ തന്നെ നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. ചിലരുണ്ട് ഫാസ്റ്റിംഗ് ആണ്, ഒരിക്കലും ബൈബിൾ വായിക്കൂല. ഞാനൊരു ഒരു സഹോദരിയോട് ചോദിച്ചു ഒരിക്കൽ, എന്നോട് പറഞ്ഞു ഉപവാസമാണ്. ആണോ? ഞാൻ ചോദിച്ച എത്ര അധ്യായം ബൈബിൾ വായിക്കും? ഈ ബൈബിൾ വായിക്കാൻ നേരമൊന്നുമില്ല, അതിനൊന്നും നേരമില്ല. വ്യക്തിപരമായിട്ട് ഉപവാസമാണ്. എന്താ?
21 ദിവസം ഉപവാസം ഇരുന്ന വീട്ടിലെ അവസ്ഥകൾ മാറുമെന്ന് ഉള്ളിലൊരു ബോധ്യം വന്നേക്കാണ്. അങ്ങനെ 21 ദിവസം ഉപവാസം ഇരുന്ന ഒത്തിരി പേർക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്. ചുമ്മാതാ, നിങ്ങൾക്ക് അങ്ങനെ വിടുതൽ കിട്ടില്ല. നിങ്ങൾ 3 നേരം നന്നായിട്ട് കഴിച്ചിട്ട് ബൈബിൾ വായിക്കേ, നിങ്ങൾക്ക് വിടുതൽ കിട്ടും. ഈ 3 നേരം കഴിക്കാതെ പട്ടിണി ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു അറിവും കിട്ടുന്നില്ല. അതുകൊണ്ട് രോഗിയാകത്തേ ഉള്ളൂ, ആസിഡിറ്റി ഉണ്ടാകും. പിന്നെ അതിന് വേറെ മരുന്ന് കഴിക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കുക, ബൈബിൾ വായിക്കാൻ വേണ്ടി ഉപവസിക്കുക. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല, ഫുള്ളിരുന്ന് ബൈബിൾ വായിക്കുക, നിങ്ങൾ ഫ്രീ ആകും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ. അപ്പോൾ സത്യങ്ങളെ അറിയുക. യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഒരു രാത്രിയാകുമ്പോൾ ഒരു ഭൂതത്തിൻ്റെ ശല്യമുണ്ട്. ഞങ്ങളുടെ ആ വീട്ടിൽ രാത്രി ഒരു മണിക്ക് 3 മണിക്കിടക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ കതകിന് വന്ന് ആരോ ടപ്പ് ടപ്പ് എന്ന് മുട്ടുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കണം. അതുകൂടാതെ വേറൊരു കാര്യം ചോദിക്കും, ഈ ബന്ധനമഴിക്കുന്ന വല്ല പാസ്റ്റർമാരെയും കിട്ടുമോ? അങ്ങനെ 3 ദിവസം ബന്ധനമഴിക്കുന്ന പാസ്റ്ററെ വിളിച്ചു. എന്നിട്ടും ബന്ധനം പോകുന്നില്ല. കാരണം ഈ ബന്ധനം വീട്ടിലല്ല, ബന്ധനം വ്യക്തികൾക്കാ വരുന്നത്. വീടിനെ, 4 ചുവരുള്ള വീടിനെ ഒരു പിശാചിനും ബന്ധിക്കാൻ കഴിയില്ല. പിശാചിന് ജീവനുള്ള എവിടെയെങ്കിലും ഇരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിശാച് ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ നിന്ന് പോകുമ്പോൾ ഞങ്ങളുടെ പന്നിയിലോട്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടരുതേ. പിശാചുക്കൾക്കൊരിക്കലും വസ്തുക്കളിൽ ഇരിക്കാൻ പറ്റില്ല. പിശാചുക്കൾ ഇരിക്കുന്നത് ജീവനുള്ള ഇടത്താണ്. അതുകൊണ്ടാണ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യന് വിട്ടുപോയ ശേഷം നീരോട്ടമുള്ള സ്ഥലം അന്വേഷിച്ച് നോക്കി, കിട്ടിയില്ല. തിരിച്ചു നോക്കുമ്പോൾ അടിച്ചു വാരി വൃത്തിയായിട്ടിരിക്കുന്നു. ആ പിശാച് പോയിട്ട് തന്നേക്കാൾ ദുഷ്ടതയേറി 7 എണ്ണത്തിനെയും കൂടി കൊണ്ടുവന്നു. 7+1 8 പിശാച്. ആ മനുഷ്യന്റെ സ്ഥിതി മുമ്പിലത്തേക്കാൾ കഷ്ടം. പിശാച് കയറുന്നത് മനുഷ്യനിലാണ്. പിശാച് ബന്ധിക്കുന്നത് മനുഷ്യനെയാണ്. അപ്പൊ അതുകൊണ്ട് കെട്ടിടങ്ങൾക്കോ ഒരു സ്ഥലത്തിനും അല്ല പ്രത്യേകത. ചിലർ പറയും, ഞങ്ങളുടെ വീട് പണിതപ്പോൾ അതിന് സ്ഥാനം ശരിയല്ലെന്ന് അതിൻ്റെ ആശാരി പറഞ്ഞു. ആശാരി പറഞ്ഞു, ഇതിനെന്തോ ഒരു ചരിവുണ്ട്. ബാത്റൂം ആ പുറകോശത്ത് വെച്ചപ്പോൾ 2 ഇഞ്ച് ഇപ്പുറത്തോട്ട് മാറിപ്പോയി. അടുക്കളയുടെ ജനാല വെച്ചത് തിരിഞ്ഞുപോയി. അതുകൊണ്ടായിരിക്കും. ഇല്ല, നിനക്കതൊന്നൊരു വിഷയമല്ല. നിനക്കൊരു സത്യമുണ്ട്, നിന്നിൽ യേശുവുണ്ട്. ഒരു ബന്ധനവും ഒരു കെട്ടിടത്തിലല്ല. ഓരോ ബന്ധനങ്ങളും ഓരോ ശരീരത്തിലാണ്. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരാളെ ബന്ധിക്കാൻ പറ്റിയ ഒരു പിശാചും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കത്തുമില്ല. യേശു ക്രൂശിൽ ജീവൻ കൊടുത്ത് വാങ്ങിയ രക്ഷ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഒരു സത്യം ഇന്ന് ദൈവ മക്കളുടെ ജീവിതത്തിൽ ശരിയായിട്ട് അറിഞ്ഞിട്ടില്ല. പല സഭകളിലും വന്ന് പലരും പറയുന്ന വാക്കുകൾ ഭയങ്കര പോരാട്ടമാണ്. പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരാളെ എങ്ങനെ ബന്ധിക്കും? ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞു, ഒരിക്കൽ ഒരു സിംഹം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ഗുഹയിൽ കയറി കിടന്നുറങ്ങിയാണ്. അപ്പോഴാണ് ഒരു 8കാലി ഇതിനെ കണ്ടു, സിംഹം കയറി പോകുന്നത്. 8കാലി തീരുമാനിച്ചു, തിരിച്ചു വരുമ്പോൾ അവനെ ഞാൻ ബന്ധിക്കും. അങ്ങനെ 8കാലി രാത്രി മുഴുവനും ആ ഗുഹയുടെ മുമ്പിൽ വല കെട്ടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി വട്ടത്തിൽ ചാടി, അങ്ങനെ ചാടി 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 നേരം വെളുക്കുന്ന വരെ കൂടുകെട്ടുകയാണ്. എന്താണ്? അകത്തോട്ട് പോയ സിംഹത്തെ ഇനി പുറത്തു വിടരുത്. സിംഹം കിടന്നുറങ്ങി. രാവിലെയായി.
രണ്ട് കാല് ഫ്രണ്ടിലോട്ട് ആ കയ്യങ്ങട് നീട്ടി ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ നടത്തി നേരെ എഴുന്നേറ്റിട്ട് സിംഹം നടന്ന് ഗുഹയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ഈ എട്ടുകാലി വല സിംഹത്തിൻ്റെ മീശയിലിരിക്കുകയാണ്. സിംഹം ഒന്ന് ഒരച്ചു, എട്ടുകാലി ഉൾപ്പെടെ വല ഉൾപ്പെടെ തീർന്നുപോയി. ഇത്രയേ ഉള്ളൂ പിശാച്. നമ്മുടെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ബന്ധിക്കാൻ കഴിയുന്ന ഒരു ബന്ധനം ഭൂമിയിലില്ല. ശിംശോൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ നിങ്ങൾ ബന്ധിച്ചോ, എന്നിട്ട് ഫെലിസ്ത്യരുടെ കയ്യിലോട്ടിട്ടോ, ഒരു കുഴപ്പമില്ല. ശിംശോൻ അറിയാം, എന്നെ ബന്ധിക്കാൻ പറ്റിയ ഒരു കയറ് ഈ ഭൂമിയിലില്ല. അങ്ങനെ യഹൂദ്യർ ഫെലിസ്ത്യർ പറഞ്ഞിട്ട് അവനെ കെട്ടി ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ പുതിയ കയറുകൊണ്ട് കെട്ടി ഫെലിസ്ത്യരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. ഫെലിസ്ത്യ പട്ടാളം ശിംശോനെ ആക്രമിക്കാൻ വരലും പരിശുദ്ധാത്മാവ് വന്നിട്ട് തീ കൊണ്ട് കരിഞ്ഞ ചാക്കുനൂല് പോലെ ശിംശോന്റെ കയ്യിലുള്ള ബന്ധനങ്ങൾ മാറി. ഈ സത്യങ്ങൾ ദൈവമക്കൾ അറിയണം. യേശുവിനെ കർത്താവും ക്രിസ്തുവുമായി സ്വീകരിച്ച ഒരു വ്യക്തി ഭൂമിയിലുള്ള സകല പിശാചിനേക്കാൾ ശക്തിയുള്ള വ്യക്തിയാണ്. സിംഹവും എട്ടുകാലി വലയും തമ്മിലുള്ള വ്യത്യാസം ഓർത്താൽ മതി. നിന്നെ ബന്ധിക്കാൻ പറ്റിയ ഒരു ബന്ധനവും ഇന്ന് ഭൂമിയിലില്ല. ഈ സത്യങ്ങൾ പറഞ്ഞ് നീ പുറത്തു വരണം. നിനക്കെതിരെ ചെയ്ത സകല മന്ത്രവാദങ്ങളെ നീ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം. ഈ സത്യങ്ങളിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ പറയുന്നതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ഈ സത്യങ്ങളിൽ ആരാധിക്കണം. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേപ്പോലെ ആരുമില്ല. ഈ സത്യങ്ങളിൽ ആരാധിക്കുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ഏതൊക്കെയോ ബന്ധനങ്ങൾ വിശ്വാസത്തിൽ വന്നവരിലുണ്ട്. എന്നാൽ ഈ സത്യം അറിഞ്ഞിട്ട് ഇതിന് ഏറ്റുപറയുമ്പോൾ പൊട്ടാത്തതെല്ലാം പൊട്ടിപ്പോവും. രക്ഷിക്കപ്പെട്ട വ്യക്തികളും ഏതൊരു ബന്ധനം പോലെ ഇരിക്കുന്നത് കാണാം. എന്നാൽ അവർ ഈ ബൈബിൾ വായിച്ചിട്ട് അതിനെ കുടഞ്ഞു കളയണം. ശിംശോൻ കുടഞ്ഞതുപോലെ നമുക്ക് കുടയാൻ കഴിയും. നമ്മുടെ മേലുള്ളത് ശക്തിയല്ല, മഹാശക്തി. ശിംശോനോട് ദലീല ചോദിച്ചത്, നിന്റെ മഹാശക്തി ഏതിലാണ് ഇരിക്കുന്നത്? പഴയ നിയമത്തിലെ ഒരു അഭിഷിക്തന് മഹാശക്തി ഉണ്ടായിരുന്നെങ്കിൽ യേശു തന്ന ശക്തി അതിനേക്കാൾ വെല്ലുന്നതല്ലേ? അതുകൊണ്ട് വിശ്വസിക്കുക. മന്ത്രവാദം, ആഭിചാരം ഇതൊന്നും നിന്നെ തൊടുകയില്ല. കഴിഞ്ഞ കാല ശാപങ്ങൾ നിന്റെ വീട്ടിൽ അടുക്കുകയില്ല. നീ ക്രിസ്തുവിലാണ്. ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനാണ്. ഇത് പറയുക, ഇത് തന്നെ പറയുക, പറഞ്ഞുകൊണ്ടേ നടക്കുക. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് വചനം പറഞ്ഞാണ്. ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ വീട്ടിൽ പിശാചിന് സ്ഥാനമില്ല എന്ന് ബൈബിൾ പറയുന്നു എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ശക്തീകരിക്കുക, നിന്നെ തന്നെ സ്വതന്ത്രമാക്കുക. അതിനാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണമെന്നൊന്നുമില്ല. ക്രിസ്തുവിൽ നീ ശക്തനാണ്, ക്രിസ്തുവിൽ നീ ജയാളിയാണ്. വിശ്വസിക്കുക. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കൃപയും സത്യവുമെന്ന ഈ ശക്തിയേറിയ ദൂതുകളെ ഈ മക്കൾ പ്രാപിച്ച് ബലശാലികളായി മാറട്ടെ. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. പോകുന്നിടത്തെല്ലാം ഇവർ ജയം കാണട്ടെ. ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ക്രിസ്തുവിലുള്ള വെളിപ്പാടുകൾക്കായി സ്തോത്രം. ഈ വചനത്താൽ ഇവർ സൗഖ്യമാകട്ടെ. ഈ വചനത്താൽ ഇവർ സ്വതന്ത്രമാകട്ടെ. രാത്രിയും പകലുമുള്ള ഭയം പലരെയും വിട്ടുമാറട്ടെ. പിശാചിനെ കുറിച്ചുള്ള ഭയം ഇവരെ വിട്ടുമാറട്ടെ. കർത്താവ് അത് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ക്രിസ്തുവിൽ ധൈര്യപ്പെടാം. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ജയാളികളായി തീരട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.